ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലേ ഉപയോഗിച്ചിട്ടൊരു ചെറിയ മിനിയേച്ചർ പ്ലാന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡെസ്ക് ഡെക്കോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മിനിയേച്ചർ പ്ലാന്റ്. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്, ഞാൻ ഇതിനു മുമ്പ് ക്ലേ വെച്ചിട്ട് ഒരു ആർട്ടും ചെയ്തിട്ടുള്ള ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ അത് 2 പാർട്ടാക്കി. അതിലൊരു പാർട്ട് നമ്മുടെ ചെടിച്ചട്ടിക്ക് വേണ്ടിയിട്ടും മറ്റേ പാർട്ട് നമ്മൾ ലീഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് മാറ്റി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാർട്ട് എടുത്തിട്ട് ഈ ചെടിച്ചട്ടിയുടെ ഷേപ്പിലേക്കൊന്ന് അതൊന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ഭാഗം ക്ലേ എടുക്കുകയാണ്. ഇത് നമ്മൾ ലീഫിനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തെർമോക്കോൾ ബോൾസിൻ്റെ ആ ഒരു വലിപ്പത്തിൽ ഉരുട്ടി ചെറിയ പീസാക്കി എടുത്തിട്ട് അതിൻ്റെ ഒരേ സൈഡ് ചെറിയ കോൺ പോലെ നമ്മുടെ കോണൈസ് എങ്ങനെ ഇരിക്കുന്നത് ആ സെയിം രീതിയിലൊന്ന് വരുന്ന രീതിയിൽ ഏകദേശമൊക്കെ ആ ഒരു രീതിയിൽ സൈഡൊന്ന് കോൺ പോലെ മോൾവശം ഒന്ന് ചെറുതായിട്ട് ഉരുണ്ടിരിക്കുന്ന രീതിയിലും ആക്കിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും പരന്നിരിക്കുന്ന വസ്തു വെച്ചൊന്ന് ജസ്റ്റ് പരത്തി കൊടുക്കുക. ഒരുപാട് അമുക്കി കൊടുക്കരുത്, ചെറിയ കട്ടിയിൽ ഒന്ന് പരത്തി കൊടുക്കുക. അങ്ങനെ നമ്മളിവിടെ ഏറ്റവും ആദ്യത്തെ തട്ടിൽ വെച്ച് കൊടുക്കേണ്ട 5 ഇതളുകൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 5 ഇതളുകൾ നമ്മൾ ആ ചെടിച്ചട്ടിപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ആ കോൺ വരുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും 5 ഇതൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ 2 ഇതളുകൾ വെച്ചില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ അതിൻ്റെ മുകളിലേക്ക് അടുത്ത ഇതൾ വെച്ച് കൊടുത്ത് വീണ്ടും ആ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനേക്കാളും ചെറിയ 5 ഇതളാക്കിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ് 3ാമത്തെ തട്ട് വെക്കുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുത്ത 2 ഇതളിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ 5 ഇതളായിട്ട് വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ ഏറ്റവും താഴത്തെ ലീഫുകൾ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്, ചെടിച്ചട്ടിയുടെ അവിടെ നിന്ന് താഴോട്ട് നിൽക്കുന്ന രീതിയിൽ. കാരണം അത് ചുവടുവശം ആയതുകൊണ്ട് ഇച്ചിലൂടെ ഇതളെടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത്തിരി ക്ലേ എടുക്കുക, അത് നമ്മുടെ ചെറിയ തെർമോക്കോൾ ബൗൾ പോലെ തന്നെ ആക്കി എടുത്തിട്ട് മാറ്റി വെക്കുക. അടുത്തത് വീണ്ടും അതേ അളവിൽ തന്നെ കുറച്ച് ക്ലേ എടുത്ത് അതേ ബോൾ പോലെ ആക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ വിരലിൻ്റെ അറ്റത്ത് വെച്ച് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കതൊന്ന് വട്ടത്തിൽ പരന്ന് കിട്ടും. അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ആ വിരൽ വെച്ച് തന്നെ ഒന്ന് മുകളിലേക്ക് മടക്കി കൊടുക്കും. ഒരു ചെറിയ ഇതളിൻ്റെ ആ ഒരു മടക്ക് പോലെ തന്നെ കിട്ടും. എന്നിട്ട് നമ്മൾ അതെടുത്തിട്ട് ആദ്യം ഉണ്ടാക്കി വെച്ച ബോളിൻ്റെ സൈഡിലേക്ക് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതൊന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുക. അതായത് ഇതൾ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ. അതേ രീതിയിൽ നമ്മൾ ആദ്യത്തെ ഉണ്ടാക്കിയെടുത്തുള്ളൂ അതേ രീതിയിൽ വീണ്ടും ഉണ്ടാക്കിയിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഇതളിനോട് ചേർത്ത് ഇപ്പുറത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ആദ്യത്തെ ലെയറിൽ 3 എണ്ണം വെച്ച് ഒട്ടിക്കാൻ കിട്ടും. അത് കഴിയുമ്പോൾ നമ്മൾ 2ാമത്തെ ലെയറും സെയിം രീതിയിൽ തന്നെ കൊടുക്കും. 2 ഇതളുകളുടെ സെൻറ്റർ ഭാഗത്ത് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ 2 ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2 ലെയറായി കഴിയുമ്പോൾ ഇതെടുത്ത് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ലീഫിൻ്റെ സെറ്റുള്ള അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ ഒട്ടിയിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മിനിയേച്ചർ ലീഫ് പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി 2-3 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ആദ്യമേ ട്രയലിന് വേണ്ടിയിട്ടൊരു ചെറിയ ലീഫ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് പെയിൻ്റ് അടിച്ചത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ മിനിയേച്ചർ ലീഫ് പ്ലാന്റിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുപോലുള്ള ക്രിയേറ്റീവ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാമല്ലോ. അതുപോലെ നമ്മുടെ എല്ലാ കൂട്ടുകാരും കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്കിലൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.